ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി മഷ്റൂം ബട്ടർ മസാല ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. എങ്ങനെയാണെന്നല്ലേ, ആദ്യം പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 1 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബട്ടർ നന്നായി ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ, കനം കുറഞ്ഞ് അരിഞ്ഞതാണ്. സവോള വഴൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാക്കി ആയി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു 15 കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കാഷ്യൂനട്ട് ഒന്ന് ചൂടാവണം. അതിനുശേഷം നമ്മൾ ഒരു 2 തക്കാളിക്ക അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് നന്നായി ഒന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ. തക്കാളിക്കയും കൂടി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ചൂടാറി കഴിയുമ്പോഴേക്കും നമ്മളിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അതിനുശേഷം ഈ പാനിലേക്ക് നമ്മൾ അതേ പാൻ തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊന്നും കഴുകുമൊന്നും വേണ്ട. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ ഓയിലും 1 സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് അതൊന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ മഷ്റൂം ഇവിടെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. മഷ്റൂമിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിക്കോളും, അതുകൊണ്ട് വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിനൊന്ന് മൂടി വയ്ക്കുകയാണ്. മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാനിലേക്ക്. നന്നായി ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമ്മൾ 1 സവോള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 സവോള നമ്മൾ കനം കുറഞ്ഞ് അരിഞ്ഞതാണിത്. പിന്നെ അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 പച്ചമുളകാണ്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണാണ്. മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, അതൊരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതൊരു 1 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം ഇവിടെ കാണിച്ചിരുന്ന തക്കാളിക്കായും കാഷ്യൂം സവോളയും കൂടെ വഴറ്റി വെച്ചിരുന്നത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ കാണുന്നത് പോലെ തന്നെ വേണം കേട്ടോ, നല്ല പേസ്റ്റ് പോലെ വേണം അരിച്ചെടുത്തുകൊണ്ട് വരാനായിട്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിൻ്റെ കളർ ഒരു ഓറഞ്ച് കളറാവും. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്ന ബട്ടറും എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴേക്കുമാണ് ഇതിൻ്റെ കറക്റ്റ് പാകമാവുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ മഷ്റൂമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഷ്റൂമും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മഷ്റൂം ബട്ടർ മസാല ഇവിടെ റെഡിയായിരിക്കുകയാണ്. ചപ്പാത്തി, പൊറോട്ട എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഡിഷാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ബൈ.